എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക ഇറക്കുമതി തീരുവ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് വളരെയധികം പേടിച്ചിട്ടാണ് ജനങ്ങളിരിക്കുന്നത്. കാരണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% മുതൽ 50% വരെ അധിക ഇറക്കുമതി തീരുവ ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം രാജ്യത്തെ ഉൽപ്പന്ന വിപണന മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര നയമാണ് അമേരിക്കയെ ഉയർന്ന ഇറക്കുമതി തീരുവ ചുമത്താൻ പ്രേരിപ്പിച്ചത്. വസ്ത്രങ്ങൾ, വില കൂടിയ ആഭരണങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ഓട്ടോമൊബൈൽ പാർട്സ്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കശുവണ്ടിപ്പരിപ്പ്, സമുദ്ര ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ കയറ്റുമതിയെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മാർക്കറ്റിനെ വളരെയധികം ബാധിക്കും എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഉയർന്ന തീരുവ നൽകി അമേരിക്കയിൽ എത്തുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് വാങ്ങാൻ ഉപഭോക്താക്കൾ മടിക്കും. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ നിന്നും 100 രൂപയുടെ ഒരു ഉൽപ്പന്നം കയറ്റുമതി ചെയ്താൽ ഈ തീരുവ കൂടി ചേർത്ത് 160 രൂപയാകും. തീരുവ സർക്കാരിന് പോവുകയും ചെയ്യും. വ്യാപാരി 10 രൂപ കൂടി കൂട്ടി വിറ്റാൽ 170 രൂപയാവും. ഈ വിലയ്ക്ക് വാങ്ങാൻ ഉപഭോക്താക്കൾ തയ്യാറാവുകയുമില്ല. സാധനം വാങ്ങാൻ വ്യാപാരിയും മടിക്കും. എന്നാൽ ഇന്ത്യയുമായി ആഗോള വ്യാപാര മത്സരത്തിലുള്ള രാജ്യങ്ങൾ കുറഞ്ഞ ഇറക്കുമതി തീരുവയിൽ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ എത്തിക്കുന്നതോടെ കുറഞ്ഞ വിലയ്ക്ക് അവ ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉദാഹരണമായി, വിയറ്റ്നാം, കൊറിയ, ഇന്തോനേഷ്യ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലേക്ക് ഇറക്കുമതി തീരുവ യഥാക്രമം 20, 15, 19% വീതമാണ്. മുമ്പ് പ്രഖ്യാപിച്ച 10% അടക്കം ഇനി മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മൊത്തം ഇറക്കുമതി തീരുവ 35 മുതൽ 60% ആകും. ബ്രിക്സ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കയറ്റുമതിക്ക് ട്രംപ് 10% അധിക നികുതി ഇറക്കുമതി തീരുവ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ കാർഷിക ക്ഷീര മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വ്യാപാര കരാറിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത കാലത്താണ് ഇന്ത്യയിൽ നിന്നും പാലുൽപ്പന്നങ്ങളും അമേരിക്കയിലേക്ക് കയറ്റുമതി ആരംഭിച്ചത്. കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യ ആഗോള ക്ഷീര മേഖലയിൽ മുന്നിലാണ്. ഇന്ത്യ UK-യുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിൽ രാജ്യത്തിന് ഗുണകരമായ നിരവധി നിർദ്ദേശങ്ങളുണ്ട്. ഇതും ട്രംപിനെ അധിക ഇറക്കുമതി തീരുവ ചുമത്താൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. കരാറിലെ നിർദ്ദേശങ്ങൾ വ്യവസായ, അഗ്രി ബിസിനസ്, കയറ്റുമതി, തൊഴിൽ മേഖലയ്ക്കും കരുത്തേകും. 60,000 അഭ്യസ്ത വിദ്യരായ യുവതിയുവാക്കൾക്ക് തൊഴിൽ ലഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. UK-യിലേക്കുള്ള കയറ്റുമതി തീരുവ കുറയ്ക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. കയറ്റുമതിയെ കുറവ് നികത്താനും വ്യാപാര കമ്മി കുറയ്ക്കാനും ഇന്ത്യക്ക് യൂറോപ്യൻ യൂണിയനെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരും. ആസിയൻ കരാറിന്റെ സാധ്യതകൾ വിലയിരുത്തി ഏഷ്യൻ രാജ്യങ്ങളുമായി വ്യാപാര വിനിമയം ഊർജിതപ്പെടുത്താനുണ്ട് ഇന്ത്യക്ക്. ലോക വ്യാപാര കരാർ നിഷ്കർഷിക്കുന്നതനുസരിച്ച് അംഗരാജ്യങ്ങൾക്ക് കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനും ഇറക്കുമതി അംഗീകരിക്കാനും അവസരങ്ങളുണ്ട്. സൗഹൃദ ചർച്ചയിലൂടെ അമേരിക്കയുമായി സുസ്ഥിര വ്യാപാര നയങ്ങൾ രൂപപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുമെങ്കിലും റഷ്യയിലേക്ക് സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പോയതും വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉടൻ പോകാനിരിക്കുന്നതും ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിക്കുകയുണ്ടായി. ചൈന സന്ദർശനം പ്രഖ്യാപിച്ചതും ട്രംപിന്റെ എടുത്തുചാട്ടത്തിനുള്ള മറുപടി തന്നെയായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന സാധനങ്ങൾക്ക് വില കൂടുകയും അത് ഇന്ത്യൻ വംശജരായിട്ടുള്ള അമേരിക്കക്കാർക്ക് അല്ലെങ്കിൽ അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് എങ്ങനെ ബാധിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയണം. ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.